നമസ്കാരം. വൈറ്റ് ഹൌസിൽ വെച്ച് ഒരു നോബൽ സമാധാന പുരസ്കാരം കൈമാറ്റം ചെയ്യപ്പെട്ട അസാധാരണമായ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വെനസ്വേലൻ പ്രതിപക്ഷ നേതാവായ മരിയ കുറീന മച്ചാഡോ തനിക്ക് ലഭിച്ച നോബൽ പുരസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമ്മാനിച്ചപ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിതുറന്നു. ഈ വിശകലനത്തിൽ നമ്മൾ ഈ സംഭവത്തിന്റെ നാൾവഴികൾ പരിശോധിക്കും. പിന്നീട് നോബൽ പുരസ്കാരത്തിന്റെ നിയമങ്ങളിലേക്കും ലോകമെമ്പാടുമുണ്ടായ പ്രതികരണങ്ങളിലേക്കും കടക്കും. ഒടുവിൽ ഒരു പ്രതീകവും ഔദ്യോഗിക ബഹുമതിയും തമ്മിലുള്ള വ്യത്യാസമെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ശരി, അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. അഭൂതപൂർവമായ ആ കൈമാറ്റം. വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ വെച്ച് നടന്ന ഒരു കൂടിക്കാഴ്ചയിലാണ് ഈ സംഭവങ്ങളുടെയെല്ലാം തുടക്കം. അപ്പോ 2026 ജനുവരി 15 നടന്ന സംഭവങ്ങൾ നമുക്കൊന്ന് ക്രമമായി നോക്കാം. മരിയ കൊറീന മച്ചാഡോ പ്രസിഡന്റ് ട്രംപിനെ കാണുന്നു. തന്റെ 2025 നോബൽ സമ്മാന മെഡൽ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. ട്രംപ് അത് സ്വീകരിക്കുകയും അതിനെ ഒരു അത്ഭുതകരമായ പ്രകടനം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. പകരമായി മച്ചാഡോക്ക് ഒരു സമ്മാനവും നൽകി. പിന്നീട് മച്ചാഡോ തന്റെ പ്രവൃത്തിയെ ഒരു ചരിത്ര സംഭവവുമായി താരതമ്യം ചെയ്യുകയുമുണ്ടായി. എന്തിനായിരുന്നു ഈ കൈമാറ്റം? അതിന്റെ കാരണം ആ മെഡലിനൊപ്പം ഉണ്ടായിരുന്ന ഫലകത്തിൽ വ്യക്തമായിരുന്നു. വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ അധികാരത്തിൽ നിന്ന് നീക്കാൻ US സ്വീകരിച്ച നടപടികളോടുള്ള നന്ദി രേഖപ്പെടുത്തുകയായിരുന്നു അതിന്റെ പ്രധാന ലക്ഷ്യം. ഇങ്ങനെയൊരു സംഭവം നടന്നപ്പോൾ സ്വാഭാവികമായും നോബൽ പുരസ്കാരം നൽകുന്ന നോർവീജിയൻ നോബൽ കമ്മിറ്റിക്ക് പ്രതികരിക്കേണ്ടി വന്നു. എന്തായിരുന്നു അവരുടെ ഔദ്യോഗിക നിലപാട്? നമുക്ക് നോക്കാം. നോബൽ കമ്മിറ്റിയുടെ പ്രതികരണം ഒട്ടും വൈകിയില്ല, വളരെ വ്യക്തവുമായിരുന്നു. അവർ പുറത്തിറക്കിയ പത്രക്കുറിപ്പിന്റെ തലക്കെട്ട് തന്നെ നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു. നോബൽ സമ്മാനവും ജേതാവും അവിഭാജ്യമാണ്. പുരസ്കാരം കൈമാറ്റം ചെയ്യാൻ സാധിക്കില്ലെന്ന് അവരിതിലൂടെ ഉറപ്പിച്ചു പറഞ്ഞു. ഇവിടെയാണ് നമ്മൾ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നോബൽ ജേതാവ് എന്ന ഔദ്യോഗിക ബഹുമതി. അത് സ്ഥിരമാണ്, പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ സാധിക്കില്ല. ജേതാവ് ചരിത്രത്തിന്റെ ഭാഗമായി മാറും. എന്നാൽ രണ്ടാമത്തേത് ഭൗതികമായ മെഡലാണ്. 18 കാരറ്റ് സ്വർണത്തിലുള്ള ആ മെഡൽ ഒരു വസ്തു മാത്രമാണ്. അത് വിൽക്കാനോ ലേലം ചെയ്യാനോ മറ്റൊരാൾക്ക് സമ്മാനമായി നൽകാനോ സാധിക്കും. പക്ഷേ ആ മെഡൽ കൈവശം വെക്കുന്നതുകൊണ്ട് ഒരാൾ ജേതാവാകുന്നില്ല. ഈ ആശയം ഒന്നുകൂടി ഉറപ്പിക്കാൻ നോബൽ ഫൗണ്ടേഷന്റെ തന്നെ ചട്ടങ്ങളിലെ ചില പ്രധാന നിയമങ്ങൾ നോക്കാം. പുരസ്കാരത്തിന്റെ ബഹുമതി ജേതാവിൽ നിന്ന് വേർപെടുത്താനാവില്ല. പ്രഖ്യാപനത്തിനു ശേഷം അത് പങ്കുവയ്ക്കാനോ കൈമാറാനോ സാധ്യമല്ല. ഏറ്റവും പ്രധാനമായി, ഭൗതികമായ മെഡൽ ആരുടെ കൈവശമിരുന്നാലും ചരിത്രത്തിലെ ഔദ്യോഗിക ജേതാവിന് മാറ്റമുണ്ടാകില്ല. അപ്പോൾ ഈ വിവാദങ്ങളെല്ലാം മാറ്റി നിർത്തിയാൽ എന്തിനായിരുന്നു യഥാർത്ഥത്തിൽ മരിയ കുറീന മച്ചാഡോയ്ക്ക് 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? കമ്മിറ്റിയുടെ ന്യായീകരണം എന്തായിരുന്നു എന്ന് പരിശോധിക്കാം. നോബൽ കമ്മിറ്റി അവരുടെ പുരസ്കാര പ്രഖ്യാപനത്തിൽ ചൂണ്ടിക്കാണിച്ച പ്രധാന കാരണങ്ങൾ ഇവയാണ്. വെനസ്വേലയിൽ ജനാധിപത്യ അവകാശങ്ങൾക്കുവേണ്ടി അവർ നടത്തിയ പരിശ്രമങ്ങൾ, സമാധാനപരമായ അധികാരമാറ്റത്തിനായി വാദിച്ചത്, ഭിന്നിച്ചുനിന്ന പ്രതിപക്ഷത്തെ ഒരുമിപ്പിച്ചതിലെ പങ്ക്, കൂടാതെ ലാറ്റിൻ അമേരിക്കയിൽ അവർ കാണിച്ച സിവിൽ ധീരത, ഇവയെല്ലാമാണ് അവരെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. അടുത്തതായി നമുക്ക് ഈ സംഭവത്തോടുള്ള അന്താരാഷ്ട്ര തലത്തിലെ പ്രതികരണങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് നോക്കാം. വളരെ വേഗത്തിലും പലപ്പോഴും രൂക്ഷമായതുമായ വിമർശനങ്ങളാണ് ഉയർന്നുവന്നത്. പ്രതികരണങ്ങൾ ഏറ്റവും ശക്തമായി വന്നത് നോബൽ സമ്മാനത്തിന്റെ നാടായ നോർവേയിൽ നിന്ന് തന്നെയായിരുന്നു. നോർവേയിലെ സോഷ്യലിസ്റ്റ് ലെഫ്റ്റ് പാർട്ടിയുടെ നേതാവായ കിർസ്റ്റി ബഗ്സ്റ്റോ ഈ കൈമാറ്റത്തെ ഒറ്റവാക്കിൽ അസംബന്ധം എന്നാണ് വിശേഷിപ്പിച്ചത്. വിമർശനം മച്ചാഡോയ്ക്ക് മാത്രമല്ല, മെഡൽ സ്വീകരിച്ച പ്രസിഡന്റ് ട്രംപിനും നേരിടേണ്ടി വന്നു. നോർവേയിലെ തന്നെ സെന്റർ പാർട്ടി നേതാവ് ട്രംപിനെ ഒരു ക്ലാസിക് ഷോ ഓഫ് അഥവാ പ്രദർശനക്കാരൻ എന്ന് വിശേഷിപ്പിച്ചു. മറ്റൊരാളുടെ നേട്ടത്തിന്റെ ഖ്യാതി ഏറ്റെടുക്കാനുള്ള ശ്രമമായാണ് പലരും ഇതിനെ കണ്ടത്. വ്യക്തികളെക്കുറിച്ചുള്ള വിമർശനത്തിനപ്പുറം ഈ സംഭവം നോബൽ സമ്മാനത്തിന്റെ തന്നെ അന്തസ്സിന് കോട്ടം തട്ടിക്കുമോ എന്ന ആശങ്കയും പലരും പങ്കുവച്ചു. നോർവീജിയൻ പീപ്പിൾസ് എയ്ഡിന്റെ സെക്രട്ടറി ജനറൽ ഇതിനെ അവിശ്വസനീയമാം വിധം ലജ്ജാകരവും ദോഷകരവുമാണ് എന്നാണ് വിശേഷിപ്പിച്ചത്. ട്രംപിന് ഒരു സമാധാന പുരസ്കാരവുമായി ബന്ധപ്പെടാൻ യോഗ്യതയില്ലെന്നു വാദിച്ചവർ മുന്നോട്ടുവെച്ച ചില കാരണങ്ങൾ ഇതൊക്കെയാണ്.
വിമർശകർ അദ്ദേഹത്തെ ഒരു ആക്രമണകാരി എന്ന് വിശേഷിപ്പിച്ചു. അദ്ദേഹത്തിന്റെ മുൻകാല ഭീഷണികളും ഇറാനിലും യമനിലും നടത്തിയ സൈനിക നടപടികളും ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെട്ടു. എന്നാൽ ഇതിനോടുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതികരണം മറ്റൊന്നായിരുന്നു. അവർ വിമർശനത്തിന്റെ മുന നോബൽ കമ്മിറ്റിക്ക് നേരെയാണ് തിരിച്ചത്. നോബൽ കമ്മിറ്റി സമാധാനത്തേക്കാൾ രാഷ്ട്രീയത്തിന് മുൻഗണന നൽകി എന്ന് ട്രംപിന്റെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ആരോപിച്ചു. അപ്പോൾ ഈ കൈമാറ്റത്തിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കാം? നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാം. വൈറ്റ് ഹൌസിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇതിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന ഒരു പുരസ്കാരമാണ് മച്ചാഡോയ്ക്ക് ലഭിച്ചതെന്ന് പ്രസിഡന്റ് ട്രംപ് വിശ്വസിച്ചിരുന്നു. മച്ചാഡോ അത് സ്വീകരിച്ചതിനെ ഒരു മഹാപാപമായാണ് അദ്ദേഹം കണ്ടതെന്നാണ് പറയപ്പെടുന്നത്. അതേസമയം മരിയ കൊറീന മച്ചാഡോ തന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചത് ഒരു ചരിത്രപരമായ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചാണ്. ഏകദേശം 200 വർഷങ്ങൾക്കു മുൻപ് അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തിലെ ജനറൽ ലഫായറ്റ് വെനസ്വേലൻ വിമോചകനായ സിമോൻ ബൊലീവറിന് നൽകിയ ഒരു സമ്മാനത്തോടാണ് അവർ തന്റെ പ്രവൃത്തിയെ ഉപമിച്ചത്. അപ്പോൾ ഈ കൈമാറ്റത്തിൽ 2 പ്രധാന വസ്തുക്കളാണ് ഉൾപ്പെട്ടത്. ഒന്ന്, മച്ചാഡോ ട്രംപിന് നൽകിയ സ്വർണ്ണ ഫ്രെയിമിലുള്ള നോബൽ മെഡൽ. അത് വെനസ്വേലയോടുള്ള US നയത്തിനുള്ള നന്ദിയുടെ പ്രതീകമായിരുന്നു. 2, ട്രംപ് മച്ചാഡോയ്ക്ക് തിരികെ നൽകിയ സ്വാഗ് ബാഗ്. അതിന്റെ ഉള്ളടക്കം എന്തായിരുന്നു എന്ന് വ്യക്തമല്ല. ഇതെല്ലാം നമ്മളെ അവസാന ഭാഗത്തേക്ക് എത്തിക്കുന്നു: അംഗീകാരവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം. അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ സംഭവം നമ്മളെ സഹായിക്കും. ചരിത്രത്തിൽ നോബൽ മെഡലുകൾ വിൽക്കുകയോ ലേലം ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. അതൊരു പുതിയ കാര്യമല്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, നോബൽ ജേതാവ് എന്ന ഔദ്യോഗിക പദവി ഒരിക്കലും കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ്. ആ ബഹുമതി എപ്പോഴും യഥാർത്ഥ ജേതാവിനൊപ്പം നിലനിൽക്കും. അപ്പോൾ ഇത് നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിൽ കൊണ്ടെത്തിക്കുന്നു. ഒരു പുരസ്കാരത്തിന്റെ ഭൗതികമായ ചിഹ്നം, അതായത് മെഡൽ, അതിന്റെ യഥാർത്ഥ ജേതാവിൽ നിന്ന് വേർപെടുമ്പോൾ ആ പുരസ്കാരത്തിന്റെ മൂല്യത്തിന് ദീർഘകാലാടിസ്ഥാനത്തിൽ എന്ത് സംഭവിക്കും? അവസാനമായി ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: ഒരു അന്താരാഷ്ട്ര പുരസ്കാരത്തിന്റെ ചിഹ്നം ഒരുപക്ഷെ കൈമാറ്റം ചെയ്യപ്പെട്ടേക്കാം, പക്ഷേ അതിന്റെ ഔദ്യോഗിക അംഗീകാരം അഥവാ ബഹുമതി ഒരിക്കലും കൈമാറാൻ സാധിക്കില്ല. ഭൗതികമായ മെഡൽ ആരുടെ കയ്യിലിരുന്നാലും 2025 നൊബേൽ സമാധാന പുരസ്കാര ജേതാവായി മരിയ കൊറീന മച്ചാഡോയുടെ പേര് തന്നെയായിരിക്കും ചരിത്രത്തിൽ എക്കാലവും രേഖപ്പെടുത്തുക.